ഞങ്ങളീ പോകുന്നതാണ് അച്ചൻകോവിൽ റൂട്ട്. അച്ചൻകോവിൽ റൂട്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമാണ്. അതായത് അത്യാവശ്യം ഡെൻസ് ഫോറസ്റ്റ് റൂട്ടാണ്. ഞങ്ങൾ ആ ഒരു എൻട്രി പോയിൻറ്റിൽ എത്തിയപ്പോൾ ഞങ്ങൾ കണ്ട ഒരു സൈൻ ബോർഡിൽ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു സ്ഥലമാണ് ഈ കൊക്കത്തോട്. അതായത് നമ്മൾ നേരെ അച്ചൻകോവിൽ പോകുന്നതിന് ഇടതുവശത്തായിട്ടൊരു റൂട്ടുണ്ട്. അവിടെ ഒരു പാലമുണ്ട്. ഞങ്ങൾ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് ആ പാലത്തിലോട്ട് ഞങ്ങൾ ആദ്യം പോവുകയായിരുന്നു. അപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. അപ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യം വരണ്ട് നിൽക്കുകയാണെങ്കിലും കുറച്ച് വെള്ളമൊക്കെ ഈ ഒരു റൂട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. പിന്നെ ഒരു കാട്ടുപന്നീനെയൊക്കെ ഞങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഈ റൂട്ട് പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരു 4x4 വെഹിക്കിളൊക്കെ ആയിട്ട്, അതായത് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഓഫ് റോഡിന് പറ്റിയ ഒരു വെഹിക്കിളൊക്കെ ആയിട്ട് ഈ റൂട്ട് വരുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. അവിടുത്തെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഞങ്ങളുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞ കാര്യമാണ്, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയായിട്ട് മാത്രമേ നിങ്ങൾ ഈ റൂട്ട് പോകാവൂ. അപ്പം ഞങ്ങൾ താർ റോക്സിലായിരുന്നു പോയത്. അപ്പോൾ എന്തുകൊണ്ടും ഞങ്ങൾക്ക് ആ ഒരു യാത്ര അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്ത് പോകാൻ പറ്റി. പിന്നെ ഈ റൂട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, അതായത് നല്ല രീതിയിൽ എന്താണ് ഈ പറയുന്ന നല്ല പഴക്കമുള്ള വൃക്ഷങ്ങളെല്ലാം നിറഞ്ഞ നല്ല ഡെൻസായിട്ടുള്ള റൂട്ടാണ്. നല്ല റൂട്ട് തന്നെയായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം, അതായത് ഈ ഫോറസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് നല്ല ഡെൻസായിട്ടുള്ള ഫോറസ്റ്റ്, അതായത് ചുറ്റിനും നല്ല നല്ല വർഷങ്ങൾ പഴക്കമുള്ള നല്ല വലിയ മരങ്ങളാണ് ചുറ്റിനും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം സൂര്യപ്രകാശവും കാര്യങ്ങളും ഒന്നും കടത്തിവിടാത്ത രീതിയിലാണ് ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് തന്നെ. അതായത് നമുക്ക് ഈ ഒരു റൂട്ടിൽ ഇപ്പോൾ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ തന്നെ നമുക്കങ്ങനെ ഭയങ്കര ചൂടോ വെയിലോ അങ്ങനെ അനുഭവപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇത് പക്ഷേ ഇറങ്ങാൻ സേഫായിട്ടുള്ളൊരു സ്ഥലമല്ല. എന്നാലും ഞാൻ പറഞ്ഞതാണ്, ആ ഒരു റൂട്ടിൽ നമുക്ക് ആ ഒരു ഇപ്പം ഗ്ലാസ്സൊക്കെ തുറന്നിട്ടിട്ടായാലും നമുക്ക് പോകുമ്പോഴും ചെറിയൊരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. എന്നാലും കാര്യമായിട്ടില്ല. കാരണം ഞങ്ങളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു ചൂട് സമയത്താണ്, മാർച്ച് ആ ഒരു സമയത്താണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ഈ ഒരു ഫോറസ്റ്റ് റൂട്ടിൽ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. ഞങ്ങൾ ഈ താർ റോക്സിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊരു സ്പോട്ടിൽ നിർത്തി ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ മുന്നോട്ട് പോയ പാതയെല്ലാം ഇത് കണക്ക് ഈ പറയുന്ന പോലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും കാര്യങ്ങളുമാണ്. അപ്പം അവിടെ പോകുന്നവർ എന്തായാലും നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു ഓഫ് റോഡ് പറ്റിയ വണ്ടി തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. അത്യാവശ്യം ഇത് കണക്ക് അൺഈവനായിട്ടുള്ളൊരു റോഡാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്കവിടെ ദൂരെ വെച്ച് നമുക്ക് കുറച്ച് റൈഡേഴ്സിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അവരും അവിടെ നിർത്തി ഫോട്ടോ എടുക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോൾ അവിടെ ഞങ്ങൾ കണ്ടത് ഒരു നല്ല മനോഹരമായിട്ടൊരു കാഴ്ചയായിരുന്നു. അപ്പം ഞങ്ങളവിടെ സൈഡിൽ വണ്ടി ഒന്ന് ഒതുക്കിയായിരുന്നു. അപ്പം ഇവിടെ നിർത്തി ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. അപ്പം ഈ ഒരു കാഴ്ച കണ്ടപ്പം തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരത് പറയുകയും ചെയ്തു, ഞാൻ ഒന്ന് ഇറങ്ങി കാലൊക്കെ നനച്ചാൽ കൊള്ളാമെന്നുള്ള ഒരു കാര്യം. അപ്പം പിന്നെ നമുക്ക് ഒട്ടും അനുയോജ്യമായിട്ടൊരു സ്ഥലമല്ല, നമുക്കങ്ങനെ അധിക നേരം നിർത്തി ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അപ്പം തന്നെ വണ്ടിയെടുത്ത് മുന്നോട്ട് യാത്ര തുടർന്നു. കാരണം ഈ കാട്ടുപന്നികളും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ സഹവസിക്കുന്ന ഒരു സ്ഥലമായിരുന്നത്. പിന്നെ അച്ചൻകോവിലൊക്കെ വരാൻ അനുയോജ്യമായിട്ടുള്ള സമയം ഏതാണെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ ഈ ചൂട് കാലഘട്ടത്തിൽ നിങ്ങൾ കയറി ചെല്ലരുത്. കാരണം അത്യാവശ്യം നമുക്ക് കാണാൻ കാഴ്ചകളുണ്ടെങ്കിലും എന്താണ് ഈ പറയുക, വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി കിടക്കുകയാണ്. കാരണം ആ റൂട്ട് ഞങ്ങൾ പോയ റൂട്ടെല്ലാം അത്യാവശ്യം ഈ ഞങ്ങൾ പോകുന്ന ആ ഒരു റോഡ് ക്രോസ് ചെയ്ത് വെള്ളം ഒഴുകി പോകുന്ന കുറച്ച് സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എല്ലാം നല്ല വറ്റി വരണ്ട് കിടക്കുകയായിരുന്നു. കാണാൻ കാഴ്ചകളുണ്ടായിരുന്നു, പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു വെള്ളമൊക്കെ ഒഴുകി പോകുന്നതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് അത്യാവശ്യം ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഒരു മൺസൂൺ കാലഘട്ടത്തിൽ ചെല്ലുന്നതായിരിക്കും. എന്നും പറഞ്ഞാൽ ഒരുപാട് മഴയുള്ള സമയമല്ല, മഴയൊക്കെ ഒതുങ്ങി നിന്ന് അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ളൊരു സമയത്ത് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ റൂട്ട് പോകുമ്പോൾ, അതായത് അച്ചൻകോവിൽ റൂട്ട് പോയപ്പോൾ ഞങ്ങൾ ഭയങ്കര ഓവർ എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളും വരുന്നത്. അതായത് ഞങ്ങളിതിന് മുമ്പ് ഡോട്ട് ഗ്രീൻ എന്ന് പറയുന്ന ഒരു ചാനൽ കണ്ട് അവരുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ ഒരു റൂട്ട് പോകാൻ തീരുമാനിച്ചത്. അതിന് മുമ്പേ ഞങ്ങൾക്ക് ഈ പ്ലാൻ ഉണ്ടായിരുന്നു അച്ചൻകോവിൽ പോകണമെന്നുള്ളത്. പക്ഷേ ഈ ഒരു ചൂട് സമയത്ത് തന്നെ ഇറങ്ങണമെന്നുള്ളത് സത്യം പറഞ്ഞാൽ ആ ഒരു ചാനൽ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. കാരണം വെച്ചാൽ അവർ ഈ പറയുന്നത് പോലെ കരിമ്പുലിനെയൊക്കെ സ്പോട്ട് ചെയ്തു. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ അവർ പറയുന്നുണ്ട്, എപ്പോഴും കാണണമെന്നില്ല, അവർക്കൊരു ഭാഗ്യവശാൽ അവർ കണ്ടൊരു കാഴ്ചയാണ്. പക്ഷേ ഞങ്ങൾക്ക് അധികം വൈൽഡ് അനിമൽസിനെയും കാര്യങ്ങളൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. കാട്ടുപന്നികളെയും പിന്നെ ഒരു ആനേനെയാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയത്. ഈ റൂട്ടൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന റൂട്ടൊന്നും അധികം സേഫേ അല്ല. കാരണം വെച്ചാൽ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലാൻ നേരത്ത് ഇടത്തെ സൈഡിലായിട്ട് ഇടതുവശത്തായിട്ട് ഒരു ആന ക്രോസ് ചെയ്ത് പോകുന്നത്, അതായത് ചിലപ്പോൾ ഒരു ആന കൂട്ടമായിരിക്കാം,
പക്ഷേ ഞങ്ങൾ ഒരു ആന അവസാനമായിട്ടൊരു ആന അങ്ങോട്ട് നടന്ന് കയറുന്നത്, ആ ഒരു കാട്ടിലോട്ട് നടന്ന് കയറുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. പിന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ ഞങ്ങളൊരു 5-6 മയിലുകളെ ഞങ്ങൾ കണ്ട്. അപ്പം അവർ ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവിക്കുന്നൊരു സ്ഥലമാണ് ഈ കാട്. അപ്പോൾ എന്തുകൊണ്ടും ഞങ്ങൾ ആ വണ്ടിയായിട്ട് പോയ സമയത്തും അവർ ആ സൈഡിൽ കൂടെ തന്നെ നടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഈ റൂട്ട് പോകുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഹോൺ അടിക്കാൻ പാടില്ല. നമ്മൾ മാക്സിമം ഇപ്പം ഏത് പക്ഷിയായാലും ഏത് മൃഗമായാലും അത് അതിൻ്റെ ആയിട്ടുള്ള സമയം എടുത്തത് പോട്ടെ എന്നുള്ള രീതി നമ്മൾ വിചാരിച്ച്, കാരണം അവരുടെ സ്ഥലമാണിത്. നമ്മളതെല്ലാം മാനിച്ച് വേണം നമ്മൾ ഈ റൂട്ട് പോകാനായിട്ട്. പിന്നെ ഈ റൂട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഫ്രഷ് ആയിട്ടുള്ള ആനപ്പിണ്ടവും കാര്യങ്ങളും എല്ലാം കിടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ റൂട്ടൊക്കെ മാക്സിമം ഇറങ്ങി നടക്കുക അല്ലെങ്കിൽ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു കാര്യമെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഞങ്ങൾക്ക് മുന്നേ കുറച്ച് റൈഡേഴ്സും കാര്യങ്ങളെല്ലാം പോയായിരുന്നു. അവരൊക്കെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു അധികം നിർത്താതെ അവർ സ്പീഡിൽ തന്നെ പോവുകയായിരുന്നു. അധികം സ്ഥലങ്ങളിൽ നിർത്തി ഫോട്ടോ എടുക്കാതെ അവർ അത്യാവശ്യം സ്പീഡിൽ തന്നെ പോവുമായിരുന്നു. പക്ഷെ അത് എനിക്ക് സത്യം പറഞ്ഞാൽ അവർ കണ്ടപ്പോൾ ഒരു എന്തോ ബൈക്ക് വരാനുള്ളൊരു വ്യഗ്രത എനിക്ക് കൂടി ഈ ഒരു റൂട്ട്. പക്ഷേ എൻ്റെ അത്യാവശ്യം CC കുറഞ്ഞൊരു വണ്ടിയാണ്, പിന്നെ ഓഫ് റോഡിന് പറ്റിയൊരു വണ്ടിയും അല്ല. പക്ഷേ എന്നാലും ഒരു ദിവസം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഈ സ്പോട്ടിലാണ് ഞങ്ങൾ ആനയെ സ്പോട്ട് ചെയ്തത്. അതായത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു കൂട്ടുകാരനാണ് ഇവിടെ ആനേനെ സ്പോട്ട് ചെയ്തത്. പക്ഷേ ഞങ്ങളൊന്നും പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. പിന്നെ വണ്ടി ഒന്ന് ജസ്റ്റ് നിർത്തി ഗ്ലാസ് ഒന്ന് താഴ്ത്തി നോക്കിയപ്പോഴാണ് ഒരു ആന അവിടെ ക്രോസ് ചെയ്ത് പോകുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇവിടെ നിന്നൊരു ചേട്ടനാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ഇവിടെ അധികം നിർത്തണ്ട, നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കോളാൻ. പിന്നെ ഞങ്ങൾ ഈ മുന്നോട്ട് പോകുന്നതിൻ്റെ പുറകെയായിട്ട് തന്നെ ഞങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് മിററിൽ കണ്ടാൽ അറിയാം, 2 മാവന്മാർ, അതായത് അവർ പാഷൻ ബ്രോയിലാണ് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ റൂട്ടിൽ അവർ പാഷൻ ബ്രോയിൽ അവരൊരു കൂസലും ഇല്ലാതെ ഞങ്ങളുടെ പുറകെ തന്നെ അവരുണ്ടായിരുന്നു ഈ റൂട്ട് ഫുള്ള്. അതായത് ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡെല്ലാം അവർ നല്ല സുഗമമായി അവർ ഓട്ടിച്ച് വന്നായിരുന്നു. പക്ഷേ അവരുടെ ഈ ഒരു പ്രായത്തിൽ ആ ഒരു യാത്ര ചെയ്യാനുള്ള ഒരു മനസ്സിനെ തീർച്ചയായിട്ടും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അവർ രണ്ടുപേർ അവരത്യാവശ്യം എൻജോയ് ചെയ്ത് ആ റൂട്ട് പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ റൂട്ടൊക്കെ കയറിയപ്പോൾ സത്യം പറയാൻ എനിക്കൊന്ന് ഇറങ്ങി ആ ഒരു ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഈ ഗ്രീനറിയും ഈ സീനിക് ബ്യൂട്ടിയും എല്ലാം അഡ്മയർ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, അതായത് നല്ല രീതി പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുകയാണ് ഈ ഒരു റോഡ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. അതായത് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും അതുകണക്ക് തന്നെ ഓഫ് റോഡിന് പറ്റിയൊരു വണ്ടിയായിട്ട് നിങ്ങളിവിടെ ഈ റൂട്ട് വരിക. ചുമ്മാ റിസ്ക് എടുക്കാൻ നിൽക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബൈക്കുകളൊക്കെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റൂട്ട് കൊണ്ടുപോകാവുന്നതാണ്. അതിന് ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് ഞങ്ങളുടെ പുറകെ വന്ന ആ 2 മാമന്മാർ. പാഷൻ പ്രോയിലാണ് അവർ വന്നത്. പിന്നെ നിങ്ങൾക്ക് കണ്ടറിയാം, അവിടെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് ഇറങ്ങിയായിരുന്നു ആ ഒരു സ്പോട്ടിൽ, ആ ഒരു അച്ചൻകോവിലാറ് പോകുന്ന റൂട്ടിൽ ഞങ്ങളൊന്ന് ഇറങ്ങി 2-3 ഫോട്ടോ ക്ലിക്ക് ചെയ്തായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോയത് തെങ്കാശി റൂട്ടായിരുന്നു. അപ്പം ആ ഒരു തെങ്കാശി റൂട്ടിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു കാഴ്ചയാണിത്. അപ്പം അവിടെ വെച്ച് ഞങ്ങൾ തൊട്ട് മുമ്പേ നിർത്തിയൊരു വണ്ടിയും താറായിരുന്നു. അപ്പം അവരും ഇത് കണക്ക് മലയാളി തന്നെയായിരുന്നു. അപ്പോൾ അവരോട് നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. പിന്നെ ഇത് ഈ പറയുന്ന സുന്ദരപാണ്ഡിപുരത്തോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ നിർത്തി ജസ്റ്റ് അവിടെ ചുറ്റിനുള്ള വിൻമില്ലും കാര്യങ്ങളൊക്കെ ചുമ്മാ ഒന്ന് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരുന്നേ ആ ഒരു മൊമെൻ്റൊക്കെ. പിന്നെ നിങ്ങൾ ഈ കാണുന്ന സ്പോട്ടിൻ്റെ പേരാണ് തെപ്പക്കുളം. അത് തെങ്കാശിക്ക് അടുത്തുള്ളൊരു സ്പോട്ടാണ്, നല്ലൊരു സ്പോട്ടാണ്. പക്ഷേ ചൂട് സമയത്ത് വരരുത്. അതോടൊപ്പം തന്നെ അതിന് തൊട്ട് അടുത്തായിട്ടുള്ള വേറൊരു സ്പോട്ടായിരുന്നു ഇത്. ഇതിന് പേരെനിക്കറിയത്തില്ല. പിന്നെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ യാത്രയൊക്കെ ചുരുക്കി ഞങ്ങൾ പിന്നെ തെങ്കാശി റൂട്ടിൽ നിന്ന് പിന്നെ തെന്മല കണക്ട് ചെയ്ത് അങ്ങനെ പോയി. അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ ഒരു യാത്രയും കാര്യങ്ങളുമൊക്കെ. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു യാത്ര നല്ലൊരു അനുഭവമായിരുന്നു.